ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റാലിയൻ ലീഗിൽ നടന്ന പാമാവേഴ്സ് എ സി മിലാൻ മത്സരം 3-2 എന്ന ഗോൾ സ്കോറിന് എ സി മിലാൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി 37 പോയിന്റുമായിട്ട് ഇറ്റാലിയൻ ലീഗിൽ 7ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വളരെ റോങ് ഡിസിഷനാണ് ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് തന്നെ റഫറിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഓപ്പോണറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഹാഫിൽ തന്നെ പെനാൾട്ടിക്കുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഫൗള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും യാതൊരുവിധ ആക്ഷനും റഫറിയുടെ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരെ തിരിച്ച് എ സി മിലാൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഷോൾഡർ പുഷ് ചെയ്തിട്ട് അത് ആക്ട് ആണെന്ന് നമുക്ക് തന്നെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ ഒരു മൊമെൻറ്റിൽ ഒരു യെല്ലോ കാർഡ് കൊടുക്കാൻ യാതൊരുവിധ മടിയും റഫറിയുടെ ആ ഒരു ഭാഗത്ത് നിന്നും കണ്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു മത്സരം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും ക്രൂവലായിട്ട് ഫൗള് ചെയ്തിട്ടും യാതൊരുവിധ ആക്ഷനും റഫറിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. ജസ്റ്റ് ഒരു വാർ വരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി വരെ കാണിച്ചില്ല. ഫൈനലി ഒരു മാക്സിമം പൊരുതി 2 ഗോൾ സ്കോർ ചെയ്തു. അഗെയിൻ നല്ല 100% പൊട്ടൻഷ്യലോട് കൂടിയാണ് പാമ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫൈനലി എ സി മിലാൻ വിൻ ചെയ്തിരിക്കുകയാണ്. എ സി മിലാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർ സിറ്റിയിൽ നിന്ന് വാൽക്കറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫെൻസീവ്ലി കുറച്ചുകൂടി സ്ട്രോങ് ആവും. പക്ഷേ എന്തുകൊണ്ടാണ് സിറ്റി വാൽക്കർ പോലത്തെ ഒരു പ്ലെയറിനെ കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 സീസൺ വരെ അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ഒരു പ്ലെയർ തന്നെയാണ് വാൽക്കറിനെ സംബന്ധിച്ചിടത്തോളം. സ്റ്റിൽ നല്ല ഫോമിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ എന്തുകൊണ്ടാണ് വാൽക്കറിനെ റീപ്ലേസ് ചെയ്തത്? ഇനി വാൽക്കറിൻ്റെ താല്പര്യവശാൽ പോയതാണോ? ഒന്നും പ്രത്യേകിച്ചൊരു ന്യൂസും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വാൽക്കർ ഈ ഒരു വിൻഡോയിൽ തന്നെ പോകുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. മാഡ്രിഡിലേക്ക് വരുന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ബാഴ്സലോണ നോക്കുന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി എ സി മിലാനിലേക്ക് തന്നെ പോയി. ലെജൻഡറി നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഡേവിഡ് ബെക്കാമിൻ്റെ 32 നമ്പറാണ് വാൽക്കറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൈനിങ്ങോടുകൂടി കുറച്ചുകൂടി ഡിഫെൻസീവ്ലി കുറച്ചുകൂടി സ്ട്രോങ് ആവും. പക്ഷേ ഇറ്റാലിയൻ ലീഗിൽ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു മികച്ച പെർഫോമൻസ് അല്ല എ സി മിലാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ കൂപ്പ ഇറ്റാലിയൊക്കെ നേടിയെങ്കിലും ലീഗിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.